സ്ലീഹ കാലത്തിൻ്റെ രണ്ടാം ചൊവ്വാഴ്ചയിലേക്ക് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വരുന്ന വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. നമ്മൾ തിരുനാളിന് ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ മാസത്തിലൂടെയും കടന്നു പോവുകയാണ്. തിരുഹൃദയ ഭക്തിയിൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. സ്നേഹമുള്ളവരെ, ഇന്ന് വചനഭാഗം നമുക്ക് മുന്നിൽ വായിക്കുമ്പോൾ തുടക്കം ചില ആശ്ചര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. വചനം ഇങ്ങനെയാ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് വചനഭാഗത്തിൽ ഇങ്ങനെയാ പറയണേ, ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഈ വചനഭാഗം ഇന്ന് ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. നിങ്ങളിൽ വിശ്വസിക്കാത്തവരായി ചിലരുണ്ട്. അവരാരാണ് ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് പല ശിഷ്യരും വിട്ടുപോയി എന്നൊക്കെ ഇവിടെ പറയണേ. എന്റെ ശിഷ്യര് വിട്ടുപോയി, അത് നമുക്ക് ഇവിടെ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവണില്ല. ഇതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ഇന്ന് വായിച്ച സുവിശേഷം 6-ാം അധ്യായം ആദ്യ അധ്യായം മുതലും ആദ്യ വാക്യം മുതൽ 6-ാം അധ്യായത്തിന് ആദ്യ വാക്യം മുതൽ നമ്മൾ വായിക്കണം. ഇവിടെ ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അതിൽ ഈശോ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങൾ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കാൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കണ്ട, ഇങ്ങനെ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാര് കുറെ പേര്, ഇത് കഠിനമാണ് ഈ വചനം, ഞങ്ങൾക്കിത് മനസ്സിലാവണില്ല, അവർക്കിതിൽ വിശ്വാസമില്ലാതെ കുറെ പേര് അന്ന് ഈശോയെ വിട്ടുപോയി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈശോ ഈ വചനം പറയണേ. സ്നേഹമുള്ളവരെ, അന്ന് ഇത് കുറെ പേർക്ക് ഇത് മനസ്സിലായില്ല. ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് അന്ന് കുറെ ശിഷ്യന്മാരുള്ള കുറെ ജനത്തോട് പറഞ്ഞപ്പോൾ കുറെ പേര് ഇത് കഠിനമാണ്, ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടുപോയി. അവിടെ നിന്നാണ് ഈ വചനഭാഗം പറയണേ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ നമ്മളൊക്കെ ഒരുങ്ങുമ്പോൾ സ്നേഹമുള്ളവർ, ഇന്ന് ഒത്തിരി വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ലോകത്ത് നമുക്കറിയാം. കണ്ണൂരെ വിളക്കന്നൂരിലെ തിരുവോസ്തിയിലെ വിശുദ്ധ കുർബാന മധ്യേ ഈശോയുടെ ചിത്രം അത് വിശുദ്ധ കുർബാന അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുകയും 12 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം സഭ ഇത് കഴിഞ്ഞ ദിനങ്ങളിലെ ഔദ്യോഗികമായിട്ടൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ച് അവിടെ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ലാൻസിയാനയിലെ അത്ഭുതമൊക്കെ ദിവ്യകാരുണ്യ അത്ഭുതം. ഈശോയുടെ തിരുശരീര കുർബാന മധ്യേ ഈശോയുടെ ശരീരം രക്തമായി അപ്പോൾ വീഞ്ഞും ശരിക്കും അത് മനുഷ്യനെ കാണുന്ന രീതിയിൽ അനുഭവിക്കുന്ന രീതിയിൽ മാറിയ അത്. പിന്നെ നമുക്കറിയാം കഞ്ചിക്കോട്ട് റാണി സഹോദരിയുടെ നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് മാംസമായി. ഒത്തിരി വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അന്ന് ഇത് കഠിനമാണെന്ന് പറഞ്ഞിറങ്ങിപ്പോയവരെ പോലെ ഇന്നും ഇതിൽ വിശ്വസിക്കാത്തവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സഭയുടെ ഒരു തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങള് ഈ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് നമുക്കറിയാം. ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ച് വലിയ അത്ഭുതങ്ങളൊക്കെ വരുമ്പോൾ ഒപ്പം തന്നെ പാരലലായിട്ട് തന്നെ നമുക്ക് മാധ്യമങ്ങളിൽ യൂട്യൂബ് ചാനലിൽ ചില നിരീശ്വരവാദ ഗ്രൂപ്പുകളൊക്കെ പറയും ഇത് തട്ടിപ്പാണ്, ഓസ്തിയിൽ പടം വരച്ചതാണ്, പിന്നെ തിരുവോസ്തി നാവിൽ സ്വീകരിക്കുമ്പോൾ അത് രക്തമായി തോന്നുന്നത് ഒരു ഫംഗലാണ്, ആ കഴിച്ച തിരുവോസ്തിയിലെ പൂപ്പലുള്ളത് കൊണ്ട് ചില കെമിക്കൽ റിയാക്ഷൻ വരുന്നതാണ്, പിന്നെ ലാൻസിയാനയിലെ അത്ഭുതം അത് അത്ഭുതമൊന്നുമല്ല, അത് സഭ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളാണ്, അത് അത്ഭുതം അത് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്തതാണ് ലാൻസിയാനിലെ അത്ഭുതമൊക്കെ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ക്രൈസ്തവരാണ്, അവർ പറ്റിച്ചതാണ്, ചതിച്ചതാണ്, അല്ലാതെ ഇതൊന്നും അത്ഭുതമല്ല എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന അത് ഈശോയുടെ സാന്നിധ്യം ഇല്ല, ഇത് വെറും അപ്പമാണ്, സഭ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരക്തമായി മാറും എന്ന് പറയുന്നത് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒത്തിരി പേരിന്ന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ വളരെ സജീവം പ്രവർത്തിക്കും. നമ്മുടെ യുവജനങ്ങൾ പലരും അത് കേട്ട് ശരിയാണല്ലോ, ഇത് തട്ടിപ്പാണല്ലോ എന്ന് വിശ്വസിക്കുന്നവരും ഉള്ള കാലഘട്ടത്തിലാണ് സ്നേഹമുള്ളവർ ഇന്ന് ഈശോ വിശുദ്ധ കുർബാനയുടെ തിരുനാളിനൊക്കെ നമ്മൾ ഒരുങ്ങി ഈ ദിവസം വായനകൾ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വായനകൾ വരണേ. അന്ന് കുറെ പേര് ഈശോയെ വിട്ടുപോയെങ്കിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇന്നും കുറെ പേര് വിശ്വസിക്കാത്തവരും വിശുദ്ധ കുർബാനയെ വിശ്വസിക്കാതെ വിട്ടുപോകുന്നവരും ഇന്നുമുണ്ട്. ഞാൻ ചോദ്യം, എന്തുകൊണ്ട് സ്നേഹമുള്ളവരെ അന്ന് പല ശിഷ്യർക്കും അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇന്ന് ഒത്തിരി മനുഷ്യർക്ക് വിശുദ്ധ കുർബാനയിലെ ഈശോ സാന്നിധ്യത്തെ മനസ്സിലാവണില്ല, അനുഭവിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് പോലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ട് സയൻസിന് ഇത് മനസ്സിലാവണില്ല, ഇതൊരു അത്ഭുതമാണെന്ന് സയൻസ് പറഞ്ഞിട്ട് പോലും എന്തേ മനുഷ്യൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കാതെ?
ഇതിനൊറ്റ കാരണമുള്ളൂ, നിത്യജീവന്റെ അപ്പത്തെ തിരിച്ചറിയണമെങ്കിൽ നിത്യജീവനിലേക്ക് ലക്ഷ്യം വെച്ച് നോക്കണം. നിത്യജീവന്റെ അപ്പത്തെ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ജീവിതം നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനാവണം ഞാൻ. സങ്കീർത്തനം 34:5 നമുക്കറിയണ വചനം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സ്നേഹമുള്ളവരെ, തമ്പുരാനെ നോക്കി ജീവിക്കുന്നവന്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന്, നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന് വിശുദ്ധ കുർബാന മനസ്സിലാവുള്ളൂ, വിശുദ്ധ കുർബാനയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ലോകത്തെ വസ്തുക്കളും പണം, സമ്പത്ത്, ജോലി, ഇതിലേക്ക്, ഈ ലോകത്തിന്റെ ഭൗതികതയിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്നവന് ഒരിക്കലും വിശുദ്ധ കുർബാന മനസ്സിലാവില്ല. വിശുദ്ധ കുർബാന അത്ഭുതങ്ങൾ വന്നാൽ പോലും ഇത് തട്ടിപ്പാണ്, മാജിക് ആണെന്ന് മാത്രം പറഞ്ഞ് നമ്മളും എഴുതിത്തള്ളും. തള്ളാതിരിക്കുന്നവൻ, ആർക്കാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് അനുഭവിച്ചവർ, അത് ഈശോ സാന്നിധ്യം വിശ്വസിക്കുന്നവർക്ക് എന്താ പ്രത്യേകത? അവര് നോക്കിയത് സ്വർഗത്തിലേക്കാണ്. നിത്യജീവനെ നോക്കി നടക്കുന്നവരാ, നിത്യരക്ഷയെ ലക്ഷ്യം വെച്ച് നടക്കുന്നവരാ. അങ്ങനെയുള്ളവർ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്, സ്നേഹമുള്ളവരെ, അവരൊരിക്കലും വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഭൗതികത മാത്രം നോക്കിയിട്ടല്ല. ആത്മീയതയുണ്ട്, തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി കൂടിയാ അവർ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണേ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇന്ന് പലപ്പോഴും നമുക്ക് എന്തേ വിശുദ്ധ കുർബാന അനുഭവപ്പെടാതെ, വിശുദ്ധ കുർബാന ഈശോ സാന്നിധ്യം മനസ്സിലാവാതെ, ഈശോയെ അനുഭവിക്കാൻ പറ്റാതെ, ഞാൻ പറയും പലപ്പോഴും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പല പങ്കാളിത്തം നമ്മൾ വരണത് ഈ ലോകത്തിന്റെ ആവശ്യങ്ങളെ മാത്രം നോക്കിയിട്ടാണ്. ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നത് എൻ്റെ മക്കൾക്ക് ജോലി കിട്ടാൻ, ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തത് എനിക്ക് കടബാധ്യത മാറാൻ, ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തത് എൻ്റെ വീട് പണി മാറാൻ, എൻ്റെ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തത് എൻ്റെ ലോണുകൾ അടച്ചു തീർക്കാൻ, ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തത് എൻ്റെ വാഹനം വാങ്ങാൻ, എൻ്റെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കും. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ വിശുദ്ധ കുർബാനയെ ഈ ഒരു ലക്ഷ്യം മാത്രം വെച്ച് വരുന്നതാണ് അപകടം. അതിനപ്പുറത്തേക്ക് ഈ ലക്ഷ്യങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു വെക്കണം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾ വേണം ഈ ഭൂമിയിൽ ജീവിക്കുക. പക്ഷേ അതിനപ്പുറം ഞാൻ എൻ്റെ ഈശോയുടെ വിശുദ്ധ ബലിയെ പങ്കെടുക്കുന്നത് എനിക്ക് വേണ്ടി കാൽവരിയില് പീഡ സഹിച്ച് മരിച്ച് ഈശോയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, ആ ഈശോയുള്ള സ്നേഹം കൊണ്ടൊന്ന് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് നോക്കിയേ. എൻ്റെ ഈശോയെ, നീ എനിക്ക് വേണ്ടി കാൽവരിയിലും മരിച്ചില്ല എൻ്റെ ഈശോയെ എന്ന് ആ സ്നേഹം കൊണ്ട് പങ്കെടുത്ത് നോക്കി. സ്നേഹമുള്ളവരെ, നമുക്കും ഈ വിശുദ്ധ കുർബാന അനുഭവമായി മാറും. ഒരു ബിസിനസ് മൈൻഡോടെ നമ്മള്, ഒരു കച്ചവട മനോഭാവത്തിൽ, ഞാൻ വന്ന് കുർബാനയെ പങ്കെടുത്തു അപ്പൊ എൻ്റെ മോളിൽ ജോലി കിട്ടണം, ഞാൻ വന്ന് കുർബാനയെ പങ്കെടുത്തു അപ്പൊ എൻ്റെ കടം, അങ്ങനെ ഒരു ബിസിനസ് മൈൻഡോടെ വന്നെടുത്താൽ ഒരിക്കലും വിശുദ്ധ കുർബാന ഈശോയെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഈശോ സാന്നിധ്യം നമുക്ക് അനുഭവം. അതിനപ്പുറം എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച എൻ്റെ ഈശോ, ആ ഈശോയുടെ ബലി, ഈശോ സ്വന്തം ശരീര രക്തങ്ങളാ പകുത്തു തരേണ്ട എൻ്റെ ഈശോയെ, ആ ഒരു സ്നേഹം വെച്ചൊന്ന് പങ്കെടുത്ത് നോക്കി. തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി പങ്കെടുത്ത് നോക്കി. തമ്പുരാന് 1-ാം സ്ഥാനം കൊടുത്തിട്ട് ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തേക്ക്. ഈ ലോകവും വസ്തുവും ജോലിയും പണമല്ല, എൻ്റെ ദൈവമാണ് വലുത്. എനിക്ക് മക്കളെ, ഭാര്യ, കുടുംബം എല്ലാം തന്നെ ദൈവമാണ്. ആ തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളൊന്ന് വിശുദ്ധ കുർബാനയെ പങ്കെടുത്തു. സ്നേഹമുള്ളവരെ, ഈ അത്ഭുതങ്ങള്, ഈ വിശുദ്ധ കുർബാന, ഈശോ സാന്നിധ്യം അപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ഒരു ഈശോ അനുഭവം ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പം നമുക്ക് കിട്ടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തില് ഇപ്രകാരം വചനം പറയും, ശ്ലീഹ പറഞ്ഞു വെക്കുക, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിനെ നവീകരണം വഴി രൂപാന്തരപ്പെടുത്തുവിൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പൂർണ്ണവുമായതെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങളെ ഈ ലോകത്തിന്റെ മാത്രമാവാതെ ഇതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്, സ്വർഗരാജ്യം, നിത്യജീവനുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ദൈവിക രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ വസ്തുക്കളിൽ മാത്രം കുടുങ്ങി തീരുന്ന ജീവനമാകും. വിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വ്യക്തി, ഞാൻ ചിന്തിക്കുക, ഈ വചനത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അമ്മമാതാവാണ് വിശുദ്ധ കുർബാന ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തി എന്ന് ഞാൻ ചിന്തിക്കുക. കാരണം ഉദരത്തിൽ ഈശോയെ വഹിച്ചവളാ അമ്മ. ഈശോയുടെ പീഡാനുഭവ കുരിശിന്റെ വഴിയിൽ മുഴുവൻ സമയം ഈശോയോട് ചേർന്ന് നിന്നവളാണ് പരിശുദ്ധ അമ്മ. തൻ്റെ കുരിശിലെ 3 ആണുകളെ പിടഞ്ഞ് മരിക്കുമ്പോൾ അവസാനം തൻ്റെ കരങ്ങളിലെ ഈശോയുടെ മൃദുശരീരം സ്വീകരിച്ചവളാ അമ്മ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയെ അനുഭവിച്ചറിയണമെങ്കിൽ ഈശോയുടെ നിന്റെ ജീവിത പ്രതിസന്ധികളിൽ, വേദനയിലും, ദുഃഖത്തിലെല്ലാം, സന്തോഷത്തിലുമെല്ലാം നീ ഈശോയുടെ പീഡാനുഭവത്തോട് കുരിശോട് ചേർന്നിരിക്കാൻ പറ്റണം. അമ്മ മാതാവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ കുർബാനയെ കൂടുതൽ അടുത്തറിയണമെങ്കിൽ, കൂടുതൽ അനുഭവിക്കണമെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലെല്ലാം ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ദുഃഖങ്ങളിലും വേദനകളെല്ലാം ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കണം. അപ്പം നമുക്ക് കൂടുതൽ ഇത് അനുഭവിക്കാൻ പറ്റും.
സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ പള്ളി വരും, പ്രാർത്ഥിക്കും. ദുഃഖം വന്നു, പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ല, ഒന്നും നടന്നില്ല, ഞാൻ നിർത്തി, പ്രാർത്ഥന നിർത്തി, പള്ളി നിർത്തി, ഇനി എന്ത് കാര്യം എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, സന്തോഷത്തിന് മാത്രമല്ല, ദുഃഖത്തിന്റെ കാസകളിലും നമ്മൾക്കും പരിശുദ്ധമേ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കാൻ പറ്റണം. എന്നിട്ട് ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് ഈശോയെ എനിക്ക് സഹിക്കാൻ കൃപ തരണേ, പിടിച്ചിക്കാൻ കൃപ തരണേ. സ്നേഹമുള്ളവരെ, ഈശോ വിശുദ്ധ കുർബാനയായി മാറിയത് പീഡ സഹിച്ച് രക്തം ചിന്തിയിട്ടാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചേ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാന ഒരു അനുഭവമാവും. സ്നേഹമുള്ള വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്ക് പരിശുദ്ധമ്മയുടെ കരം പിടിക്കാം. അമ്മ മാതാവ് നമുക്ക് ഈശോയുടെ വിശുദ്ധ കുർബാന അനുഭവം നമുക്ക് തരും. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മൾ ലഭിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈ ലോകത്തിൻ്റെ ലക്ഷ്യങ്ങളെ നോക്കാതെ അതിനപ്പുറത്തേക്ക് സ്വർഗത്തെ നിത്യജീവനിൽ നോക്കി യാത്രയാകാം. അപ്പോൾ നമ്മൾ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ നിന്ന് വിട്ടുപോവില്ല, ഒരിക്കലും ബലിപീഠത്തിൽ നിന്ന് വിട്ടുപോവില്ല, ഒരിക്കലും കൂദാശകളിൽ നിന്ന് വിട്ടുപോവില്ല. അതിനുള്ള അനുഗ്രഹം നല്ല ദൈവം നമ്മൾക്ക് സമൃദ്ധമായി നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.